വെൽക്കം ടു ഡെസ്ക്. ഇത് ഡെസ്കിൻ്റെ ഒരു ട്രെയിനിങ് സെഷനാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഫോട്ടോ ഇതൊരു ഫെൻസ്ഡ് ഇമേജാണ്. ആ ഒരു സബ്ജക്റ്റ് ആ ഫെൻസിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഈ ഫെൻസ് നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ നിന്നും റിമൂവ് ചെയ്യാൻ പറ്റിയാൽ അതൊരു നല്ല പിക്ചറായിട്ട് മാറും, നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. എല്ലാ പ്രൊജക്റ്റും ചെയ്യുന്നത് പോലെ തന്നെ ഫോട്ടോഷോപ്പിൽ നമ്മൾ ആവശ്യമുള്ള ഇമേജ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ന്യൂ ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ ലെയർ നമ്മൾ ഫെൻസ് മാസ്ക് എന്ന് പറയുന്നത്. ഈ ലെയറിലാണ് നമ്മൾ ആ ഒരു ഫെൻസിൻ്റെ മാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്ത ആ ഇമേജിനെ സൂം ചെയ്തു. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ സൂം ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് മാസ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത് ബ്രഷ് ടൂളാണ്. നമ്മൾ ടൂൾ ബാറിൽ നിന്ന് ബ്രഷ് ടൂൾ എടുത്തു. അതിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ നിന്ന് നമ്മൾ ആ ബ്രഷിൻ്റെ ടൈപ്പ് ഹാർഡ് റൗണ്ട് ബ്രഷ് എടുത്തു. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫെൻസിൻ്റെ മുകളിൽ കൂടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രഷ് വെച്ചിട്ട് നമ്മളൊരു മാസ്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ മാസ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പാറ്റേണിൽ, അതായത് ഫെൻസിൻ്റെ അതേ പാറ്റേൺ ഫോളോ ചെയ്യുക. അതിൻ്റെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഫെൻസിനെ നമ്മൾ മാക്സിമം പറ്റുന്ന പോലെ കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫെൻസിൻ്റെ സൈസ് ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പാണ്. അത് തന്നെയല്ല, സ്ട്രെയിറ്റ് അല്ല, ചെറിയൊരു കേർവ്ഡ് ആണ്. കേർവ്ഡ് ആയതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ ബ്രഷ് ചെയ്താൽ കണ്ടിന്യൂഷൻ കിട്ടും. ഇൻ കേസ് അത് ബ്രേക്ക് ആയെങ്കിൽ ആ ബ്രേക്ക് ആയ പോയിന്റിൽ ഒന്നുകൂടെ ബ്രഷ് ക്ലിക്ക് ചെയ്യുക. അഗെയിൻ പിന്നെയും നമ്മൾ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്യുക, മാസ്ക് ക്രിയേറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവാം. കംപ്ലീറ്റ് ഫെൻസ് നമ്മൾ ഇതേപോലെ കവർ ചെയ്യണം. കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. ഞാൻ അതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് കുറച്ച് ഫാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വൺ സൈഡ് ഫെൻസ് കംപ്ലീറ്റ് മാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫെൻസിൻ്റെ ആവശ്യമുള്ള എല്ലാ പാർട്ടും നമ്മൾ മാസ്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞ്, ഈ പ്രോസസ്സിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ കമാൻഡ് കീ ഹോൾഡ് ചെയ്തുകൊണ്ട് ഫെൻസ് മാസ്ക് എന്നുള്ള ലെയറിൻ്റെ തമ്പനെയിലിൽ ക്ലിക്ക് ചെയ്യുക. തമ്പനെയിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മളുടെ മാസ്ക് ചെയ്തിരിക്കുന്ന അതെല്ലാം ഒരു ലെയറിലാണ്. സോ കംപ്ലീറ്റ് ആ മാസ്കും സെലക്ട് ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഡോട്ടഡ് ലൈൻസ് ബ്ലിങ്ക് ചെയ്യുന്നതാണ്, ഒരു സെലക്ഷൻ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. പിന്നെ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ വരുന്നു. ബാക്ക്ഗ്രൗണ്ട് ലെയർ വരിക എന്നുള്ളത് ശ്രദ്ധിക്കുക. എഡിറ്റ് മെനുവിൽ പോയി എഡിറ്റ് മെനുവിൽ നിന്ന് കണ്ടന്റ് അവെയർ ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. കണ്ടന്റ് അവെയർ ഫിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ നമുക്ക് കിട്ടും. ഇവിടെ ഇമേജ് പ്രോസസ്സറായിട്ടുള്ള ഇമേജാണ്. ഓക്കെ പ്രസ് ചെയ്യുക. സെലക്ഷൻ മാറണമെങ്കിൽ സെലക്ട് മെനുവിൽ പോയി ഡീസെലക്ട് കൊടുക്കുക, അല്ലെങ്കിൽ കമാൻഡ് ഡി പ്രസ് ചെയ്യുക. വിൻഡോസ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, കൺട്രോൾ ഡി പ്രസ് ചെയ്യുക. ഇതുപോലെ സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമ്മുടെ മാസ്കിങ്ങിൻ്റെ ചില ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കേണ്ട ടൂൾ എന്ന് പറയുന്നത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളാണ്. ശ്രദ്ധിക്കുക, സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ലെയർ ബാക്ക്ഗ്രൗണ്ട് കോപ്പി എന്ന ലെയറിലാക്കുക. ഈ ബാക്ക്ഗ്രൗണ്ട് കോപ്പി എന്ന ലെയറിലാണ് നമ്മൾ കണ്ടന്റ് അവെയർ ഫിൽ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ കണ്ടന്റ് അവെയർ ഫിൽ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ടൂൾ ബോക്സിൽ നിന്ന് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഇഷ്യൂസ് ഉള്ള സ്പോട്ട്സ് മാക്സിമം സൂം ചെയ്തിട്ട് ഇതേപോലുള്ള റീടച്ചിങ് എല്ലാം വർക്ക് ചെയ്യുക. ഈസി ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം ആദ്യം സ്പോട്ട് ചെയ്യുക. ചില പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന പോയിന്റ്സ് എല്ലാം ഫിക്സ് ചെയ്യാം. ഈ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടന്റ് അവെയർ ഫിൽ ചെയ്തതിൻ്റെ മുകളിൽ നമ്മൾ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ഉപയോഗിച്ച് ചെയ്തപ്പോഴത്തെ റിസൾട്ടാണ്. കണ്ടന്റ് അവെയർ ഫില്ലും ബാക്ക്ഗ്രൗണ്ടും കൂടെ നമ്മൾ മെർജ് ചെയ്യും. ഈ ലേയേഴ്സ് ഇനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല.
നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ പാച്ച് ടൂളാണ്. പാച്ച് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്യൂ ഉള്ള ഭാഗം നമ്മളിതാ ഇതുപോലെ തന്നെ ലാസോ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നതിനോട് ജസ്റ്റ് ഡ്രോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ സെലക്ഷൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ സെലക്ഷൻ ആകും. ആ സെലക്ഷനെ നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നിയർ ബൈ ആയിട്ടുള്ള ഒരു പ്ലേസിലോട്ട് വെക്കുക. നമ്മുടെ കേസിൽ ഇത് ഒരു ബ്ലേഡ് ബാക്ക്ഗ്രൗണ്ടാണ്. ബ്ലേഡ് ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ ജോലി ചെയ്യും. മാക്സിമം സൂം ചെയ്ത് വർക്ക് ചെയ്യുക. പിന്നെ ഉള്ളത് ഈ ചെടികൾക്കിടയിൽ ആ ഫെൻസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിൽക്കണം. നമുക്കിത് കളയാനായിട്ട് ബെസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളാണ്. നമ്മൾ ഒന്നുകൂടെ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എടുക്കും. ബ്രഷിൻ്റെ സൈസും ഹാർഡ്നെസ്സും എല്ലാം സെയിം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ആ സെയിം ഫെൻസ് തന്നെയാണ് ഇവിടെ. സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളും പാച്ച് ടൂളും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണിത്. ഇപ്പോൾ ഇങ്ങനെ വ്യൂവിൽ നോക്കുമ്പോൾ നമുക്കിത് മച്ച് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. ഇവിടെ സൂം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ എഡ്ജസിനകത്ത് ചെറിയൊരു ഇഷ്യൂസ് കാണിക്കുന്നത്. എഡ്ജ് എല്ലാം നമ്മൾ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ വെച്ച് തന്നെ ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കും. പാച്ച് ടൂൾ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില പോർഷൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. ആ കേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ക്ലോൺ സ്റ്റാമ്പ് ടൂൾ. അത് നിയർ ബൈ ആയിട്ടുള്ള പ്ലേസ്, ഏത് പ്ലേസ് ആണോ അതിൻ്റെ ആ ഒരു പോർഷന് മിസ്സിംഗ് പോർഷന് വരേണ്ടത് ആ പോർഷൻ നമ്മൾ ക്ലോൺ ചെയ്തു. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി ബ്ലേഡ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഫിനിഷിങ് മതി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്. ഏറ്റവും കൂടുതൽ ആ ഫോട്ടോഗ്രാഫർ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് അല്ലെങ്കിൽ ഫേസ് ആണ്. കംപ്ലീറ്റ് ഫേസ് ഓർ ഐസ് ആണ്. ഈ ഐസ് ഷാർപ്പായിട്ട് ക്ലിയർ ആയിട്ടിരുന്നില്ലെങ്കിൽ ആ ഇമേജിൻ്റെ കംപ്ലീറ്റ് ബ്യൂട്ടി നമുക്ക് നഷ്ടപ്പെടും. കണ്ടന്റ് അവർ ഫിൽ ചെയ്തപ്പോൾ സബ്ജക്റ്റിൻ്റെ കണ്ണിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മുടെ ആ ബ്രഷ് പോയത്. അത് നമ്മൾ ഇത് ഫിക്സ് ചെയ്യണം. സൂം ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ യൂഷ്വലി അപ്ലൈ ചെയ്ത ടൂളാണ് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ. ഇവിടെ ഞാനത് അപ്ലൈ ചെയ്ത് നോക്കി, എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. സോ നമ്മൾ നെക്സ്റ്റ് ടൂള് നമ്മൾ അപ്ലൈ ചെയ്യണം. ആക്ച്വലി ആ കണ്ണിൻ്റെ ആ ഭാഗം ഡാർക്കാണ്. സോ നമ്മൾ അവിടെ ഡാർക്ക് ആക്കാനായിട്ട് ഞാനിവിടെ ബേൺ എന്ന് പറയുന്നൊരു ടൂളുണ്ട്. ആ ടൂള് ഉപയോഗിക്കുകയാണ്. ബേൺ ടൂൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്കവിടെ ഡാർക്ക് ഷെയ്ഡ് കിട്ടി. പക്ഷേ നമ്മൾ ഡീറ്റെയിൽ പോയി. നമുക്ക് എങ്ങനെ ഇത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കാം എന്ന് നോക്കാം. ക്ലോൺ സ്റ്റാമ്പ് ടൂൾ സെലക്ട് ചെയ്തു. ക്ലോൺ സ്റ്റാമ്പ് ടൂളിൽ നിന്ന് ആ പിരികത്തിൻ്റെ അല്ലെങ്കിൽ ആ കണ്ണിൻ്റെ ആ എഡ്ജിൽ നിന്ന് ഒരു ചെറിയ ബ്രഷ് ഒരു പോർഷൻ എടുത്ത് താഴെ അതേ ആംഗിളിൽ അപ്ലൈ ചെയ്തു. കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസോ ടൂൾ ഉപയോഗിക്കുന്നത്. ലാസോ ടൂളിൻ്റെ സെലക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പോർഷൻ സെലക്ട് ആവും. അതിന് നമ്മൾ കമാൻഡ് C ഉപയോഗിച്ച് കോപ്പി ചെയ്യുക ആൻഡ് കമാൻഡ് V കൊടുത്ത് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആ സെലക്ഷനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നു. കൺട്രോൾ T ഉപയോഗിക്കുക അല്ലെങ്കിൽ കമാൻഡ് T ഉപയോഗിച്ച് ട്രാൻസ്ഫോം ചെയ്യുന്നു. 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. കാരണം നമ്മളിതിനെ റൊട്ടേറ്റ് ചെയ്ത് ഈ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ കോർണറിലേക്കാണ് നമ്മളത് കൊണ്ടുപോകുന്നത്. അവിടെ നമ്മൾ ആ കോപ്പി ചെയ്ത ആ ഒരു സെക്ഷൻ നമ്മൾ പ്രോപ്പർ പൊസിഷനിൽ കൊണ്ടുവച്ചു. അതിൻ്റെ എഡ്ജ് ഷാർപ്പായിട്ടാണ്. ആ എഡ്ജ് നമ്മൾ റബ്ബ് ചെയ്ത് കളയണം അല്ലെങ്കിൽ എറേസ് ചെയ്ത് കളയണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് എറേസർ ടൂൾ ഉപയോഗിക്കും. അതിനുശേഷം നമ്മൾ സോഫ്റ്റായിട്ട് ആ ഒരു സെലക്ഷൻ്റെ എഡ്ജസ് മാത്രം റബ്ബ് ചെയ്ത് കളയണം. കണ്ണിൻ്റെ ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്ത ലെയറുണ്ട്. ആ ലെയറിനെ കൂടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് മെർജ് ചെയ്യുക. കമാൻഡ് E പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ലെയറിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മെർജ് ഡൗൺ.
പിന്നെ നമ്മൾ മാസ്ക് ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു ഭാഗമാണ് ഈ ഒരു ചെറിയ ഡീറ്റെയിൽ. ഈ ഡീറ്റെയിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പെൻസിൽ ടൂൾ ഉണ്ട്. നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് കുറച്ചൊക്കെ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ടൂൾ ബാറിൽ ബ്രഷിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ ഓപ്ഷൻസ് വരും, അതിൽ നിന്ന് പെൻസിൽ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു മിസ്സായിട്ടുള്ള അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ ഭാഗത്ത് കൂടെ നമ്മൾ ഡ്രോ ചെയ്യുന്നു. ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പെൻസിലിൻ്റെ വിഡ്ത്ത്, സൈസ്, കളർ എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പെൻസിലിട്ട് നമ്മൾ വരയ്ക്കുമ്പം അത് ഭയങ്കര തിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒറിജിനാലിറ്റി വരാനായിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ലെയറിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതാ ഈ ഒരു ഭാഗം സോഫ്റ്റ് ആയി പോയിട്ടുണ്ട്. ആ ഒരു പോർഷൻ നമുക്ക് എങ്ങനെ കവർ ചെയ്യാം നോക്കാം. അതിനായിട്ട് പെൻ ടൂൾ ഉപയോഗിക്കുക. ഇപ്പോൾ ആ ഒരു ഏരിയ മാത്രം സെലക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഏരിയയ്ക്കുള്ളിലാണ് ഫിക്സ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അഗെയിൻ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ നമുക്ക് ഉപയോഗിക്കാം. ബാക്ക്ഗ്രൗണ്ട് ലെയർ ആണ് സെലക്റ്റഡ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അതിനുശേഷം ആവശ്യമുള്ള പോർഷൻ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ എഡ്ജസിൽ അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ആ ബ്ലർനെസ് മാറി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടി. ഇനി നമുക്ക് ഇമേജ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവാനായിട്ട് ഫോക്കസ് പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫേസ് ആണ്, ആ സബ്ജക്റ്റിൻ്റെ ഫേസ് ആണ്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ ഫേസ് ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലേർഡ് ആയിട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ഫീൽ ആ ഒരു ഇമേജിന് നമുക്ക് കിട്ടും. ബ്ലർ എന്നല്ല, ഏത് ഫിൽറ്റർ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും അതിനെ ഫിൽറ്റർ മെനുവിൽ പോയിട്ട് കൺവേർട്ട് ഫോർ സ്മാർട്ട് ഫിൽറ്റേഴ്സ് എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്താലത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫിൽറ്ററിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന സെലക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫിൽറ്റർ മെനുവിൽ പോവുക, ബ്ലർ ഗാലറി സെലക്ട് ചെയ്യുക, ടിൽറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഫിൽറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫിൽറ്റർ അപ്ലൈ ആയതിനു ശേഷം അതിൻ്റെ കൺട്രോൾസ് നമ്മൾ ജസ്റ്റ് 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുക. നമുക്ക് വേണ്ട ഫോക്കസ്ഡ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്ന ഫേസ് ആണ്. ഫിൽറ്ററിൻ്റെ സെൻറ്റർ പാർട്ട് ഫേസിൽ വെച്ചതിന് ശേഷം ബാക്കി രണ്ട് സൈഡും എക്സ്പാൻഡ് ചെയ്യുക. ഇതാണ് അതിനുശേഷമുള്ള ഒരു വ്യൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫിൽറ്ററും കൂടെ അപ്ലൈ ചെയ്യണം. അതെന്താണെന്ന് ചോദിച്ചാൽ ഹൈ പാസ് എന്ന് പറയും. അത് ഇമേജിൻ്റെ ഷാർപ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഹൈ പാസ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സെയിം സ്മാർട്ട് ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മൾ ഉണ്ടാക്കുന്നു. ജസ്റ്റ് ലെയറിൽ ഡ്രാഗ് ചെയ്യുക, താഴത്തെ ന്യൂ ലെയർ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ആ ലെയർ കൊണ്ടിടുക. നമ്മൾ ആ ഇമേജിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് സാച്ചുറേഷൻ ലെവൽ ഇവിടെ 0 ആണ്. അത് നമ്മൾ -100 ആക്കുമ്പോൾ ഇമേജ് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആവും. ഫിൽറ്റർ മെനുവിൽ പോവുക, ഏറ്റവും താഴെ അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഹൈ പാസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മളുടെ കണ്ണിന് എങ്ങനെയാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് ആ ഒരു സ്റ്റേജിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. എനിക്ക് ഇവിടെ വാല്യൂ 4 പിക്സൽസ് ആണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ ആ 4 പിക്സൽസ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഹൈപാസിൻ്റെ വാല്യൂ നമ്മൾ 4ൽ സെറ്റ് ചെയ്തു. അതിനുശേഷം ലെയറിൻ്റെ ബ്ലെൻഡിങ് മോഡിൽ നിന്ന് ഓവർലേ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ആ ഡിഫറൻസ് അറിയണമെങ്കിൽ ആ നമ്മൾ അപ്ലൈ ചെയ്ത ലെയർ ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പഴയ ഇമേജും നമ്മൾ ഹൈപാസ് അപ്ലൈ ചെയ്ത ഇമേജിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഹൈപാസ് നമുക്ക് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ ഞാനിവിടെ ചെറിയ രീതിയിൽ ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ 75 ഒപ്പാസിറ്റി സെറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഹൈപാസ് അപ്ലൈ ചെയ്ത ലെയറും ഒറിജിനൽ ലെയറും തമ്മിൽ സ്മാർട്ട് ഒബ്ജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഒറിജിനൽ ഇമേജും നമ്മൾ പ്രോസസ്സ് ചെയ്ത ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 2 ടാബിൽ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാം. ഇതാണ് ഒറിജിനൽ ഇമേജ്, ഇതാണ് നമ്മൾ വർക്ക് ചെയ്ത ഇമേജ് തമ്മിലുള്ള വ്യത്യാസം. ഇത് നിങ്ങൾ കണ്ടതുപോലെ ഒരു ബിഗിനർ ലെവൽ ട്യൂട്ടോറിയൽ സെഷൻ അല്ല, ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലാണ്. ബിഗിനർ ലെവൽ തൊട്ട് പ്രൊഫഷണൽ ലെവൽ വരെയുള്ള ഏത് സംശയങ്ങൾക്കും ട്യൂട്ടോറിയൽ സെഷൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം കമൻ്റായിട്ട്. അത് സോൾവ് ചെയ്യുന്നതായിരിക്കാം. സ്റ്റേ ട്യൂൺഡ്.